നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് കടുത്ത തലവേദനയായി തുടരുമ്പോൾ ഇതാ ഒരു വമ്പൻ ട്വിസ്റ്റിന്റെ വാർത്ത എത്തുന്നു. ആര്യാടൻ ഷൗക്കത്തും വി.എസ്. ജോയിയുമല്ലാത്ത മറ്റൊരു സ്ഥാനാർത്ഥി എത്തുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിലമ്പൂരിൽ സംഭവിക്കാനിരിക്കുന്ന ട്വിസ്റ്റ്. DCC അധ്യക്ഷൻ വി.എസ്. ജോയ്ക്ക് വേണ്ടി പി.വി. അൻവർ ശക്തമായി തന്നെ രംഗത്തുണ്ട്. കോൺഗ്രസിലെയും ലീഗിലെയും ഒരു വിഭാഗം നേതാക്കളും ജോയിയെയാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം മറുവശത്ത് ഒരടി പോലും പിന്മാറാൻ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും ഒരുക്കമല്ല. ഇതോടെയാണ് ഇരുവരെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു മൂന്നാമനെ പരിഗണിക്കാനുള്ള ആലോചനയിൽ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമ്പോൾ തന്നെ നിലമ്പൂരിൽ വി.എസ്. ജോയിയുടെ പേരായിരുന്നു പി.വി. അൻവർ മുന്നോട്ട് വെച്ചിരുന്നത്. നിലവിൽ മണ്ഡലം പിടിക്കാൻ ജോയിയോളം അനുയോജ്യനായ മറ്റൊരു നേതാവില്ല എന്നാണ് അൻവർ ആവർത്തിക്കുന്നത്. അദ്ദേഹമല്ലാതെ മറ്റൊരാളെ മത്സരിപ്പിച്ചാൽ UDF മണ്ഡലത്തിൽ കനത്ത പരാജയം രുചിക്കുമെന്നും അൻവർ പറയുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാണെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന ഭീഷണി കൂടി അൻവർ ഉയർത്തുന്നുണ്ട്. അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഷൗക്കത്ത് നേരിട്ട് സന്ദർശിച്ചുവെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് അദ്ദേഹം. ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നതിനോട് കോൺഗ്രസിലെയും ലീഗിലെയും പലർക്കും താല്പര്യമില്ല. മാത്രമല്ല വി.എസ്. ജോയ്ക്ക് അനുകൂല തരംഗം മണ്ഡലത്തിൽ ഉണ്ടെന്നും നേതാക്കന്മാർ കരുതുന്നു. സമസ്ത AP വിഭാഗം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ജോയ്. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പി.വി. അൻവർ ഇടപെടുന്നതാണ് ഈ നേതാക്കന്മാരെയെല്ലാം ചൊടിപ്പിക്കുന്നത്. നിലമ്പൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണക്കാരൻ പി.വി. അൻവർ മാത്രമാണ് എന്നും UDFുമായി വിലപേശുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ലീഗ് നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നു. അൻവറിന്റെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ ജോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായിരുന്ന രാഷ്ട്രീയ മുൻതൂക്കം അൻവർ നശിപ്പിച്ചിരിക്കുകയാണ്. ലീഗ് നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ടൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിനിടെ ലീഗ് നേതാവായ പി.വി. അബ്ദുൾ വഹാബ് അൻവറിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറിന് പ്രസക്തിയില്ല എന്നും അൻവർ ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നുമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത്. അൻവർ അല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് എന്നും കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെന്നും ആര് നിന്നാലും ലീഗ് പിന്തുണയ്ക്കുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അൻവറിനെ തഴഞ്ഞ് ഷൗക്കത്തിനെ പരിഗണിച്ചാൽ അൻവർ UDFിനെതിരെ തിരിയും. ഇനി അൻവറിന്റെ ആവശ്യം അംഗീകരിച്ചാൽ അദ്ദേഹത്തിന് നേതൃത്വം കീഴ്പ്പെട്ടു എന്ന പ്രതീതിയും സൃഷ്ടിക്കപ്പെടും. മാത്രവുമല്ല വി.എസ്. ജോയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി സംഘടന പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ഈ ഘട്ടത്തിൽ തിരിഞ്ഞുകൊത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വീണ് കിട്ടിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന അവസരം കളഞ്ഞുകുളിക്കരുത് എന്ന നിർബന്ധവും കോൺഗ്രസിനുണ്ട്. ഇതെല്ലാം കൊണ്ടും തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു പ്രശ്നപരിഹാര സാധ്യതയാണ് UDF തേടുന്നത്. വി.എസ്. ജോയും ഷൗക്കത്തുമല്ലാതെ മറ്റൊരു പേര് പരിഗണിക്കാൻ നേതൃത്വം തയ്യാറായേക്കുമെന്ന് തന്നെയാണ് സൂചന. KPCC സംസ്ഥാന സെക്രട്ടറിയും മുൻ മലപ്പുറം DCC ജനറൽ സെക്രട്ടറിയുമായ KP നൌഷാദ് അലിയുടെ പേരാണ് നേതൃത്വം പരിഗണിക്കുന്നത് എന്നാണ് ഒരു റിപ്പോർട്ട്. വി.എസ്. ജോയിയെ പോലെ തന്നെ മണ്ഡലത്തിൽ സ്വീകാര്യതയുള്ള നേതാവാണ് നൌഷാദ് അലി. സമവായ സ്ഥാനാർത്ഥി എന്ന നിലക്ക് കെ മുരളീധരന്റെ പേരും പരിഗണനയിലുണ്ട് എന്നതാണ് കൗതുകകരമായ മറ്റൊരു റിപ്പോർട്ട്. കെ മുരളീധരൻ എങ്ങനെയാവും ഇതിനോട് പ്രതികരിക്കുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്.